ഇവിടെ പല ഓഫീസർമാരും വന്നു. ഓഫീസർമാരുടെ അടുത്ത് ഞങ്ങൾ പല പരാതികളും പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ വെള്ളം പൂർണ്ണമായും ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും എപ്പോഴും പറയുന്നത് ഇത് കാരണം ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പറയാം. നമസ്കാരം. വികസനവുമായി ബന്ധപ്പെട്ട സർക്കാർ പദ്ധതികൾ വരുമ്പോൾ ജനം സഹകരിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യം ഉയരുമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം തന്നെ പ്രതിരോധം ഉണ്ടാകുന്നത് അവരുടെ സ്വാഭാവിക ജീവിതം തകരുമ്പോഴാണ്. ഇവിടെ കാസർഗോഡ് മഞ്ചേശ്വരം പൊസോട്ടും സ്വാഭാവിക ജീവിതം തകർന്ന ജനങ്ങളുടെ നിലവിളിയാണ്. ഒന്നുറങ്ങാൻ പോലും സാധിക്കാത്ത ജനം ഭ്രാന്തളികിയ നിലയിലാണ്. എന്താണ് കാരണം? കൊതുക് ശല്യം, പകർച്ചപ്പനി, മഞ്ഞപ്പിത്തം തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? കാരണം ഒന്നേ ഉള്ളൂ, ULCC നടത്തിയ റോഡ് നിർമ്മാണത്തിലെ അപാകത. ശ്വാസം മുട്ടാണ്, വല്ലാത്ത സ്മെല്ല് തലക്കകത്ത് കയറുകയാണ്. എങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾ അടുത്ത 2 വർഷമായി ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം മൂലം കൊണ്ട് ഒരുപാട് കൊതുക് ശല്യമാണ്. അതായത് ഈ വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ മഴക്കാലത്താണെങ്കിൽ വലിയ പ്രശ്നമില്ല. കാരണം ഈ വെള്ളം ഇങ്ങനെ റൊട്ടേറ്റ് ആണ്. ഈ മഴക്കാലം നിർന്നു കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജിലൂടെ വെള്ളം പോകുന്നില്ല. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഭയങ്കര കൊതുകിന്റെ ശല്യം. ഇത് പല ഓഫീസർമാർ ഇവിടെ ഉണ്ടായിരുന്ന പല സൂപ്പർവൈസർമാരുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ്. അപ്പൊ അവരെല്ലാവരും പ്രോമിസ് ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞെങ്കിൽ ഇതിലെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. ഈ ഡ്രെയിനേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വെള്ളം പോകുന്നു. ഡ്രെയിനേജ് ഓപ്പൺ ആയതിനു ശേഷം വീണ്ടും ഇതേ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ കൾവെട്ട് കാണാറായി. കൾവെട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കൾവെട്ടിലൂടെ വെള്ളം പോകുന്നുണ്ട്. ഈ ഡ്രെയിനേജും കൾവെട്ടും നിങ്ങൾക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആയി കഴിഞ്ഞു. അത് വാട്ടർ ലെവലിനെക്കാട്ടി മുകളിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഹൈവേ പണി നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഇതുപോലെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഇവിടെ ഇത് കുറച്ചൊക്കെ താഴ്ന്ന സ്ഥലമാണ്. ഈ വെള്ളം ഉണ്ടെങ്കിൽ ഇതിലെ പാരലലി ഒരു പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. അതായത് സിമെന്റ് പൈപ്പ് ഞങ്ങൾ പണിതതാണ്. ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയത്. ഇത് ഇവിടുന്ന് ഇതിന്റെ തൊട്ടടുത്താണ് പുഴ. വല്ലാത്ത സ്മെല്ലാണ്. ഇതിന്റെ തൊട്ടടുത്താണ് പുഴ. ഈ പുഴയിലോട്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഇത് ഡ്രൈ ലാൻഡ് ഓട്ടോമാറ്റിക്കലി. കാരണം കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോ എനിക്ക് എത്ര ഡെപ്തിൽ വെള്ളം കാണാം ഇതില്, അല്ലെ? കുട്ടികൾ കളിച്ചുകൊണ്ടുണ്ടെന്നൊക്കെ കുട്ടികളെല്ലാം ഇവിടെ കളിക്കുന്ന സ്ഥലമാണ്. അതായത് ഡിസംബർ ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദ ഡിസംബർ ഇവിടെ വെള്ളം ഡ്രൈ ആയിട്ട് മാറും. കുട്ടികൾ കളിക്കുന്ന സ്ഥലം. ഇപ്പൊ ഇത് വി ആർ ഇൻ ഡിസംബർ. ഇത് തോന്നുന്നുണ്ട് ഇത് ഇപ്പൊ അടുത്തൊരു വെള്ളം വറ്റിപ്പോകുന്നു പറഞ്ഞിട്ട്. മഴക്കാലത്ത് കെട്ടി നിൽക്കുന്ന മഴവാണ് ഇതുവരെ ഇവിടെ വറ്റിപ്പോയിട്ടില്ല. ഇതുവരെ വറ്റിപ്പോയിട്ടില്ല. ഇത് 2022 സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. 2022 ഇവർ പ്രോമിസ് ചെയ്ത പ്രകാരം ഈ വെള്ളം ഒഴുകി പോകുന്നാ പറഞ്ഞത്. ഈ ഡ്രെയിനേജും കൾവെട്ടും ഞാൻ പല ഇമെയിലും ULCCക്ക് ഇമെയിൽ അയച്ചതാ. അവർ ഞങ്ങൾക്ക് ഷുവർ തന്നതാ, പ്രോമിസ് ചെയ്തതാ. ഇവിടെ പല ഓഫീസർമാരും വന്നു. ഓഫീസർമാരുടെ അടുത്ത് ഞങ്ങൾ പല പരാതികളും പറഞ്ഞു. അവരെല്ലാവരും പറഞ്ഞത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ വെള്ളം പൂർണ്ണമായും ഇവിടുന്ന് പോകുന്നു പറഞ്ഞതാ. കൾവെട്ടും അതുപോലെ ഡ്രൈനേജും അത് വാട്ടർ ലെവലിന് മുകളിലോട്ട് ഇപ്പൊ പോയിരിക്കുകയാണ്. അപ്പൊ ഇത് ഭൂമിയിലേക്ക് അബ്സോർവ് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുണ്ടോ? ഞങ്ങൾക്കിപ്പോ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് ഒരു പമ്പ് കൊടുത്തിട്ട് ഈ വെള്ളത്തിനെ ഡ്രെയിനേജിലേക്ക് ഇട്ട് ഒഴിവാക്കും. പക്ഷെ അത് പെർമനന്റ് സൊല്യൂഷൻ അല്ല. ഞങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് പെർമനന്റ് സൊല്യൂഷൻ ഞങ്ങൾക്ക് ഇതിന് വേണം. ശരിക്കും വികസനത്തിന് ഭൂമി വിട്ട് നൽകി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ സഹകരിച്ചു. അവസാനം പെട്ടു. തീർച്ചയായിട്ടും പെട്ടു തന്നെ പറയാം. കാരണം ഇവരിപ്പോ ഈ ഹൈവന്റെ പല പ്രവർത്തനങ്ങൾ ശരിക്കും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും നമുക്ക് ശ്വാസം വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ആ മണം വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നത്. എങ്ങനെയും നാട്ടുകാർ ഇവിടെ ജീവിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ശ്വാസ തടസ്സം ഉണ്ടാകുന്ന രീതിയിലുള്ള സ്മെല്ലുകളും ഒരു പ്രാണി അക്രമം എന്തോ ഉണ്ട് ഇവിടെ. നമുക്ക് നിങ്ങൾക്ക് കണ്ടാൽ അറിയാതെ എങ്ങനെയാ വെള്ളത്തിന്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഫുൾ ബ്ലാക്ക് ഔട്ട് ആയിരിക്കുക കളർ. കാരണം അത്രയ്ക്കും അത് ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ അതിലൊരു ഇതുണ്ടല്ലോ ഡ്രെയിനേജ്. അങ്ങ് ആ പ്രദേശത്തുള്ള വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് വീണ്ടും പുഴയിലോട്ട് പോകുന്നത്. അപ്പൊ എല്ലാ ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ ബ്ലോക്ക് ആയിട്ട് വെള്ളം മാത്രം അങ്ങോട്ട് പോകുന്നുണ്ട്. അതാ ഇവിടെ ഇത്രയും വേസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. കാരണം ഇത് താഴ്ന്നല്ല സ്ഥലം. നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്ന അപ്പുറത്തെ പ്രദേശത്ത് നിന്ന് വരുന്ന ഡ്രെയിനേജിന്റെ ഇതുണ്ടല്ലോ അത് മുകളിലാന്നുള്ളത്. അതാണ് ഇവിടെ എല്ലാ വേസ്റ്റ് വളരെ ന്യായമായിട്ടുള്ള ഒരു പരാതിയാണ്. കാരണം ഞാനിപ്പോ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോ വളരെ അസ്വസ്ഥനാണ് ഞാൻ. ആരോഗ്യപരമായിട്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ പോലും വലിയ പ്രയാസം നേരിടുകയാണ്. ദുർഗന്ധം, സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധം. രണ്ടാമത് ഇവിടെ ഒരു പ്രാണി, വല്ലാത്തൊരു പ്രാണി ഇങ്ങനെ നമ്മൾ വട്ടം ചുറ്റി നടക്കുകയാണ്. നമ്മുടെ ശ്വാസത്തിന് വലിയ രീതിയിൽ അത് തടസ്സം ഉണ്ടാക്കുന്നത്. സംസാരിക്കാൻ പറ്റുന്നില്ല. ന്യായമായ പരാതിയാണ്.
സ്വാഭാവികമായിട്ട് ഞങ്ങളിപ്പോ കാണുകയാണ്, ഞങ്ങൾ കണ്ണു മുന്നിലൂടെ കാണുകയാണ്, ആ ഡ്രൈനേജും ആ കൾവെട്ടും വാട്ടർ ലെവലിന് ഒരുപാട് മുകളിലാണ്. എങ്ങനെ വെള്ളം പോകുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ULCC എന്ന കമ്പനിയോട്, വളരെ സർക്കാരിനോട് വളരെയധികം സഹകരിച്ച ആളുകളാണ് ഈ കഷ്ടപ്പെടുന്നത്. ഒന്ന് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. വീട്ടിലെ കുട്ടികൾക്ക് മാറാരോഗം. കുട്ടിയെ അയ്യോ, ഈ കുട്ടിയെ എവിടെയും ബാക്കിയില്ല കേട്ടോ. കൊതുക് കടിക്കാത്ത ഒരു സ്ഥലം ബാക്കിയില്ല കുട്ടിയെ. അയ്യോ അയ്യോ, വല്ലാത്തൊരു സങ്കടം. ഈ കുട്ടിയുടെ ശരീരം മുഴുവനും കൊതുക് കടിച്ചൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ കുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. എന്താണ് സംഭവം? ULCC-ക്കാർ ചതിച്ചതാണ്, അത്രേ ഉള്ളൂ. ULCC-ക്കാരുടെ ചതിയാണ് ഈ കുട്ടികളെ അല്ലെങ്കിൽ അനുഭവിപ്പിക്കണം. ഈ ചെറിയ കുട്ടികളൊക്കെ അനുഭവിപ്പിക്കണം. എന്തിനാണ്? ഇതിലെങ്കിലും ULCC-ക്കാരെ നിങ്ങളുടെ ഒന്നും മനസ്സ് അലഞ്ഞില്ലെങ്കിൽ പ്രശ്നമാട്ടാ, പ്രയാസാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പരിഹാര മാർഗം? ഇവിടെ ULCC-ക്കാരോടാണ്. ഇതിന്റെ നിയമവശങ്ങളും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞു വരാൻ ഒരുപാട് കാലമെടുക്കുമായിരിക്കും. പക്ഷേ ഒരു മാനുഷിക പരിഗണന നൽകി ULCC-ലെ അധികൃതരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വാട്ടർ ലെവൽ നിങ്ങളെ കൾവെട്ടിന് സമാനമായ രീതിയിൽ മണ്ണിട്ടെങ്കിലും ഉയർത്തുക. നിങ്ങളെ കൾവെട്ടിന് സമാനമായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ മണ്ണിട്ട് ഉയർത്താൻ തയ്യാറാവണം. ഇത് ഇവിടുത്തെ ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് കുട്ടികളുണ്ട് എന്റെ മുമ്പിൽ. അവരൊക്കെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഈ വഴിക്ക് നടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമാകുന്നു. അവർക്ക് പരസ്പരം മുഖം കാണാൻ പറ്റുന്നില്ല. അവരിപ്പോ ഇതൊരു കാരണം കൊണ്ട് മാസ്ക് ഇട്ട് നടക്കുകയാണ്. ഇവിടെ ഒരു മരണം നടന്നിരിക്കുക, തൊട്ടടുത്ത വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുകയാണ്. വന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ മുഖം പൊത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ. എന്തൊരു ഗതികെട്ട സാഹചര്യമാണ് ഇത്. മനുഷ്യരാണെന്നുള്ള പരിഗണന നൽകുക. ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു മരണം നടന്ന് അവിടുത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ അംഗങ്ങൾ വന്നപ്പോ മൂക്ക് പൊത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച കണ്ട വീട്ടുകാരുടെ മനോവിഷമം എത്രത്തോളമായിരിക്കും? ഒരുപാട് രോഗികൾ ഈ ഒരു പ്രദേശത്ത് ഒരുപാട് രോഗികളായിരുന്നു. ഈ ശ്വാസ തടസ്സം തന്നെയാണ്. 5 മിനിറ്റ് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ നാട്ടുകാർ നിൽക്കുന്നത്? ULCC നടപടി സ്വീകരിച്ചേ മതിയാകൂ. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്യമാണ്. നിങ്ങളുടെ ഡ്രൈനേജിനും കൾവെട്ടിനനുസരിച്ച് ഈ വാട്ടർ ലെവൽ ഒന്ന് പൊക്കി തരണമെന്നുള്ളൂ, വേറൊന്നും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഇവിടെയുള്ള ഒരുപാട് വേസ്റ്റ് മണ്ണുകളുണ്ട്, കുറച്ചൊന്ന് ഇട്ടിട്ടൊന്ന് ഉയർത്തി കൊടുക്കും, കാല് പിടിക്കാം. കാരണം ഞാൻ അനുഭവിക്കുകയാണ്, ഇവിടെ കിടന്ന് അനുഭവിക്കുകയാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല, ശ്വാസതടസ്സം നേരിടുകയാണ്. പറയാനുള്ളത്, ഇപ്പൊ 2 വർഷമായി ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടല്ല. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഈ റോഡിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയതിന് ശേഷം. അതിനു മുമ്പ് വെള്ളം പോകാനുള്ള നല്ല വഴി ഉണ്ടായിരുന്നു, അവിടെ പൈപ്പ് ഇട്ടിട്ട് വെള്ളം ശരിക്കും പോയിക്കൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 2 വർഷമായിട്ട് ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് പകല് ഈച്ചയുടെ ശല്യം, രാത്രി കൊതുകിന്റെ ശല്യം. ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി വെച്ചാൽ അതിൽ ഈച്ച വന്ന് കിടക്കാം എപ്പോഴും. അത് ഭയങ്കര സ്മെല്ലും ഉണ്ട്. കുട്ടികൾക്കാണെങ്കിൽ എപ്പോഴും ഇത് തന്നെ, പനി മാറുന്നില്ല ഇത് കാരണം. പകൽ ഈച്ചയുടെ ശല്യം, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. കുട്ടികളൊക്കെ ഇവിടെ ചുറ്റും ഉള്ള വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ കുറെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. എല്ലാവർക്കും എപ്പോഴും പനി തന്നെ ഇത് കാരണം. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി തരണം. ഗവൺമെന്റ് പറഞ്ഞു തന്നെ പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറയാൻ ഞങ്ങളെ വീട്ടിൽ തന്നെ പറയാനുള്ളത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ 24 മണിക്കൂർ എത്ര ദിവസമായി രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തത്? എല്ലാരും അതന്നെ കൊതുക്. രാത്രി ഒരു 40 കൊതുകിന് കൊന്നു അവിടെ പറയുന്നുണ്ടായിരുന്നു. 40 എണ്ണി പറഞ്ഞു 40 കൊതുക്. എത്ര കൊതുക് ഇതാക്കിയാലും പിന്നെയും വരും. എവിടുന്ന് വരുന്നെന്ന് അറിയില്ല. നെറ്റ് അടിച്ച് എല്ലാം അടിച്ച് എന്തിനൊരു പരിഹാരം ഇല്ല. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് പോണം, അതേ ഒരു പരിഹാരം ഉള്ളൂ. കാരണം എന്ത് വെച്ചിട്ട് ഇതാക്കിയാലും പോകുന്നില്ല കൊതുക്. അമ്മമാരുടെ പരാതി നിങ്ങൾ കേൾക്കുക. അതായത് അവര് ഈ പകലൊക്കെ ഈ കുട്ടികൾക്കും അതല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യവുമായി ബന്ധപ്പെട്ട് അവർ പലവിധ തിരക്കിലും
ഒക്കെ ആയി. അതൊക്കെ നിങ്ങളെ ഈച്ചയും മണവും ഒക്കെ തെറ്റിച്ച് രാത്രി ഒന്ന് കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും പറ്റുന്നില്ല, രക്ഷയില്ല എന്നാ പറയുന്നത്. പകലും രാത്രിയും അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് അവരുടെ ജീവിതം. ആരും ഗസ്റ്റ് ഒന്നും വരുന്നില്ല. ഇത് കാരണം ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും പറ്റുന്നില്ല. ഒരു എന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഗസ്റ്റിന് ക്ഷണിക്കുന്നത് ഈ ഇതിലൂടെ അവർ വരണ്ടേ? ഇത് കണ്ടാൽ ആരെങ്കിലും വീട്ടിൽ വരുമോ? പിന്നെ മൂക്കുപത്തി സത്യം അതാണ് ഇവിടുത്തെ സ്ഥിതി. കഴിക്കാൻ തോന്നുന്നു. എങ്ങനെ കഴിക്കും? ഒരു ദിവസം ഫ്രണ്ടിന്റെ ഡോർ പോലും തുറക്കാൻ പറ്റാത്ത ആ വീട്ടില് ജനാലിന്റെ ഒരു ഡോർ ഇത് തുറക്കാൻ പറ്റുന്നില്ല, വിൻഡോ തുറക്കാൻ പറ്റുന്നില്ല. അതിന് എത്ര മലിനമായിട്ടുണ്ട് എന്നിട്ട് കാണുന്നുണ്ടല്ലോ, അത്രയും ദുർഗന്ധം ഉണ്ട് ഇതില് ശരിക്കും. കൃത്യമായ പരാതിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. വളരെ ജെന്യൂനായ പരാതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ULCCക്ക് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു പരാതി മാത്രമാണിത്. ULCC ദയവ് കാട്ടണം. നിങ്ങളോട് സഹകരിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഈ പ്രദേശത്തെ മനുഷ്യരെ ശിക്ഷിക്കരുത്. ദയവ് കാട്ടുക, അലിവ് കാട്ടുക. ജീവിക്കട്ടെ, മനുഷ്യരല്ലേ. ഇത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഞങ്ങൾ ULCCക്ക് പരാതി നൽകിയിരുന്നു. ULCC പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ഇത് വെച്ചു, അതായത് ഇതിന്റെ പാരലായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പ്രൈവറ്റ് ലാൻഡാണ്, ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ വിട്ടുതരാം. നിങ്ങൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങൾ അതേ കോൺക്രീറ്റ് പൈപ്പ്, നിങ്ങളിപ്പോ ഡ്രെയിനേജ് ഓൾറെഡി മുകളിലാണ്, നിങ്ങൾ താഴ്ത്തിട്ട് പൈപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഇതിപ്പോ വെറ്റ് ലാൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മണ്ണിടുന്നതിന് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇതില് പൈപ്പ് വെള്ളം ഒഴുകി പോയി കിട്ടിയാൽ മതി, നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല. അതും ഞങ്ങളൊരു ഓഫർ ചെയ്തു. ഞങ്ങളെ പ്രൈവറ്റ് ലാൻഡിലോട് ഞങ്ങൾ സ്ഥലം വിട്ടു തരാൻ തയ്യാറാണ്. നിങ്ങൾ പൈപ്പ് ഇട്ട്, മറ്റേ കോൺക്രീറ്റ് പൈപ്പ്, വലിയ പൈപ്പ് ഒന്നും വേണ്ട, ഈ വെള്ളം പോകാൻ ചെറിയ പൈപ്പ് ഇട്ട് തന്നാൽ മതി. ഏകദേശം എത്രണ്ട് ഒരു 200 മീറ്ററേ ഉള്ളൂ ഡിസ്റ്റൻസ് എവിടത്തേക്ക്, നമ്മളെ ഈ പുഴയിലേക്ക്. ആ പുഴയിലേക്ക് നിങ്ങൾ വെള്ളം ഇട്ട് ഈ പൈപ്പ് ഇട്ട് തന്നാൽ മതി. ഒരു റെസ്പോണ്ടും ഇല്ല. ആദ്യഘട്ടത്തിൽ ഒരു പരാതി പറഞ്ഞപ്പോ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ശരിയാക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് കൾവെട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൾവെട്ടിനെ താഴ്ത്തി തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ ഒന്നിനും ഒരു റെസ്പോണ്ട് ഇല്ല. ഇമെയിൽ അവർ പറയുന്നുണ്ട് യു ക്യാൻ ഗോ ഫോർ ദ ഫർദർ ലെവൽ എന്ന്. ഫർദർ ലെവൽ ഞങ്ങൾ എവിടത്തേക്കാ പോകുന്നത്? ഓടിച്ചോണ്ടിരിക്കുക. ഞങ്ങളെ പണി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഹൈവേ കാർ ഇങ്ങനെ ചെയ്തു തന്നു. ULCC പറയുന്നത് ഞങ്ങൾക്ക് ഹൈവേ പ്ലാൻ, ഓക്കെ വാട്ട് എവർ ദ പ്ലാൻ, ഞങ്ങൾക്ക് ഹൈവേ അതോറിറ്റി തന്നിരിക്കുന്ന പ്ലാൻ ഇങ്ങനെയാണ്, അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതിന് സഫർ ചെയ്യുക. ഞങ്ങൾ വികസനത്തിന് എതിരല്ല. വികസനം വേണം, നാട്ടിലേക്ക് വികസനം വേണം, ഹൈവേ വേണം. വലിയ ആവശ്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ തന്നില്ല, സിമ്പിൾ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ ഈ വെള്ളം ഒഴുകി കിട്ടി തന്നാൽ മതി. ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് താൽക്കാലികമല്ല, ഞങ്ങൾക്ക് പെർമനന്റ് ഒരു സൊല്യൂഷൻ വേണം. അതാ ഞങ്ങൾ ആകെ വെച്ചൊരു കണ്ടീഷൻ. ഇത് വളരെ നിസ്സാരമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ULCCയെ സംബന്ധിച്ചിടത്തോളം ഒരു പൂ പറിക്കുന്ന ലാഘത്തോടെ ചെയ്തു തീർക്കാവുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. നിങ്ങൾ വാക്ക് നൽകിയതാണ്, ഇവിടുത്തെ പ്രയാസം മാറ്റാമെന്ന് നിങ്ങൾ വാക്ക് നൽകിയാണ്. എല്ലാ കാര്യം കഴിഞ്ഞപ്പോ എടാ പോടാ എന്ന് പറയുന്ന ആ സ്ഥിതി, ആ ഒരു നിലപാടില്ലേ, അത് ശരിയല്ല. നാളെ നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യേണ്ട സ്ഥലങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ട് ജനങ്ങള്. നിങ്ങളെ വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. കേരളത്തിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ, വർക്ക് എടുക്കണ്ടേ? അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന വാക്ക് പാലിക്കാൻ അവർക്ക് തോന്നണ്ടേ ULCCക്കാർ വാക്ക് പാലിക്കുന്നവരാണെന്ന്? അതല്ല ഇവർക്ക് എന്താ പറയുക, ഇവരോട് ഹയർ ലെവലിൽ പോയിക്കോ, ഫർദർ മൂവ്മെന്റ് നടത്തിക്കോ, ഇതൊക്കെയാണോ ഒരു നടപടി? ദയവ് ചെയ്ത് ഇവരുടെ ജീവിത സാഹചര്യം സുഖകരമാക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലുള്ള ആ ഒരു നടപടി സ്വീകരിക്കുക. ULCC എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ പ്രസ്ഥാനമല്ലേ? പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയിക്കൂടെ? നിങ്ങളെ ജനങ്ങളെ കൊല്ലാനായിട്ട് ഇറങ്ങിയ കമ്പനി ഒന്നുമല്ലല്ലോ, സഹകരണ മേഖലയിലുള്ള കമ്പനിയല്ലേ. ഒന്ന് പരിഹരിക്കുക. നന്ദി, നമസ്കാരം.